ഇനി ഒരെണ്ണം വരുന്നെങ്കിൽ, അതായത് കാർബറേറ്റർ, അതായത് ഇഞ്ചക്ടർ നിന്ന് കാർബറേറ്ററിലോട്ട് മാറാനായിട്ടൊരു ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം ഫുള്ള്. നമുക്ക് വീഡിയോ ചെയ്യാം. അതെനിക്കും ഒരു ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെയായിരിക്കും സംഭവം. അത് നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നും. കാരണം ഇഞ്ചക്ടർ വണ്ടിയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കാർബറേറ്റർ ആക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു സംശയം. അത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, ഇപ്പോൾ 500 കമ്പനി ക്ലാസിക് ഇറക്കി സ്റ്റാൻഡേർഡ് ഇറക്കി ആദ്യം. ക്ലാസിക് വണ്ടി ഇഞ്ചക്ടറും സ്റ്റാൻഡേർഡ് വണ്ടി കാർബറേറ്ററും ആയിരുന്നു. അപ്പൊ നമ്മൾ മറ്റേ വണ്ടിയുടെ പാർട്സ് മേടിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ പാർട്സും അവൈലബിൾ അല്ലേ? പാർട്സ് മേടിക്കുക, എടുത്ത് സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് സിമ്പിൾ. ഇപ്പൊ നമ്മളെ BS3 വന്ന എഞ്ചിൻ തന്നെയാണ് BS6 പറഞ്ഞത്. അതിന്റെ ബാക്കിയുള്ള വയറിങ്ങും കാര്യങ്ങളും വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 1,14,000 രൂപയായ നമ്മുടെ സാംസങ്ങിന്റെ വണ്ടിയാണ് ഇത് മുന്നിലിരിക്കുന്നത്. എന്തായാലും ഷിജിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ ചെക്കലാവളാകത്താണ്. പലരും ഇപ്പോഴും ഈ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിജിൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ ആ ഒരു ലൊക്കേഷൻ തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷിജിൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബുള്ളറ്റ് റീസ്റ്റോറേഷൻ ആയിക്കോട്ടെ, ഇനി അതല്ല എന്ത് തരം വർക്കുകളായിക്കോട്ടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇനി അതല്ല ഷിജിനെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഇനി അതല്ല റീസ്റ്റോറേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു തരും, വളരെ തുച്ഛമായ വിലയ്ക്കെന്നുള്ളതാണ്. നോർമലി മറ്റുള്ളിടത്തൊക്കെ തന്നെ വില കൂടുതലാണ്. അതിപ്പോൾ പലരും എൻ്റെ അടുത്ത് സഹിതം പറയുന്നത് കേട്ടോ, ഷിജിൻ ഇതേപോലെ നല്ല റേറ്റ് കുറച്ചാണ് മേടിക്കുന്നത് ആ പയ്യൻ, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് കിട്ടട്ടെ എന്ന് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ലാഭകരമായിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. സോ ഉറപ്പായിട്ടും ഷിജിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിനൊക്കെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ അത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കേ വേണ്ട. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.